ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12 വോട്ടെടുപ്പ് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. രാജ്യത്തെ ഗോത്രവർഗ്ഗങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജാർഖണ്ഡിലെ ഗുംല ജില്ലയിൽ നടന്ന അന്തർരാജ്യ ജനസംസ്കൃതി സമാഗം സമാരോഹ് കാർത്തിക് ജാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ്ഗ നാടോടി പൈതൃകങ്ങളുടെ വൈവിധ്യം ആഘോഷിക്കുന്ന പ്രമുഖ സാംസ്കാരിക ഉത്സവമാണ് കാർത്തിക് ജാത്ര. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവതലമുറയാണ്. ഇന്ത്യയെ ശക്തമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ സാമൂഹിക സൗഹാർദ്ദത്തിന് വലിയ പങ്കാണുള്ളതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നിർണായക പങ്ക് വഹിച്ചെന്ന് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യവേ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവിന്റെ ദർശനങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനമേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി നീതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തുന്നു. വിവിധ സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെയും ഭാവി മുൻഗണനകളെയും കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും യോഗത്തിൽ പങ്കുവയ്ക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രുത അവസാനിപ്പിക്കുന്നതിനും ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നയതന്ത്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ വ്യവസായ ഉൽപ്പാദന വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ 6.7% ഉയർന്നു. ഈ വർഷം നവംബറിലെ കണക്കാണിത്. ഇത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ആലപ്പുഴയിൽ പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷികളെ കൊന്നൊടുക്കിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടക്കുന്നത്. ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ നിന്നും കൂടി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം പക്ഷിപ്പനി ബാധയെ തുടർന്ന് കോഴി ഇറച്ചിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് സമരം നടക്കുകയാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി നൽകി. SIT തലവൻ സമർപ്പിച്ച അപേക്ഷ കോടതിയുടെ അവധിക്കാല ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. CI റാങ്കിലുള്ള 2 പേരെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതേസമയം കേസിൽ ഡിണ്ടിഗൽ സ്വദേശിയായ വ്യവസായി D മണി എന്ന MS മണി പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായി. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5 തുറക്കും. മകരവിളക്ക് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള കുംഭമാസ പൂജയ്ക്കുമായി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം നടക്കുക. സംസ്ഥാനത്ത് 1 മുതൽ 10 വരെയുള്ള 597 ടൈറ്റിൽ പുസ്തകങ്ങളും 11ാം ക്ലാസ്സിലെ 39 ടൈറ്റിൽ പാഠപുസ്തകങ്ങളും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ ഭാഗമായി തയ്യാറാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ചരിത്രം, രാഷ്ട്രമീമാംസ, സാമൂഹിക ശാസ്ത്രം എന്നീ 3 പുസ്തകങ്ങൾ കൂടി കേരളം സ്വന്തം നിലയിൽ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ, വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. മൂടൽമഞ്ഞും മോശം കാലാവസ്ഥയും കാരണം ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള 118 വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. യാത്രക്കാർ വിമാനങ്ങളുടെ യാത്രാ സമയം സംബന്ധിച്ച് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വ്യോമയാന മന്ത്രാലയം അഭ്യർത്ഥിച്ചു. റദ്ദാക്കലുകൾ ഉണ്ടായാൽ യാത്രക്കാർക്ക് റീ ബുക്കിംഗ് അല്ലെങ്കിൽ റീഫണ്ട് വേഗത്തിലുള്ള പരാതി പരിഹാരം എന്നിവ ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.